യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാനായിട്ടില്ലെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ. പ്രത്യേകമായിരിക്കുന്ന കരാർ വ്യവസ്ഥാ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ തൊട്ടടുത്ത ആഴ്ച തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. 2 ആഴ്ചക്കിടയിൽ സൈന്യത്തെ പിൻവലിക്കുന്നതിനെക്കുറിച്ചും താൻ ആലോചിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അന്താരാഷ്ട്ര ചാനലുകളെല്ലാം റിപ്പോർട്ടായിട്ട് പുറത്തുവിട്ടു. ഇതോടനുബന്ധിച്ച് തന്നെ മാർപ്പാപ്പ 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5-ാം തീയതി യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. എന്നാൽ കരാർ വ്യവസ്ഥയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു യുദ്ധം അവസാനം തങ്ങൾ അംഗീകരിക്കില്ലെന്നും വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാറോട് കൂടി മാത്രമാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത്, തങ്ങളിപ്പോൾ യുദ്ധത്തിന് തയ്യാറാണ്, യുദ്ധം അവസാനിപ്പിക്കണം തങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, തങ്ങളുമായിട്ട് ഒരു രാജ്യവും ഈ ചർച്ച നടത്തിയിട്ടില്ല, എന്തെങ്കിലും ഒരു തീരുമാന കാര്യങ്ങൾ തങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല, തങ്ങൾ മുന്നോട്ട് വെക്കപ്പെട്ട 5 നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുകയാണെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് എന്ന് ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പുതിയൊരു പ്രസ്താവന ലോകത്തെ തന്നെ അമ്പരിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നതാണ്. അവർ പറയുന്നു, തങ്ങളുടെ രാജ്യത്തിലെ ആത്മീയ നേതാക്കളെയും സൈനിക മേധാവികളെയും രാഷ്ട്രീയ നേതാക്കളെയും വധിക്കാൻ വേണ്ടി അമേരിക്കയുടെ കമ്പനികളടക്കം, അമേരിക്കയുടെ വ്യത്യസ്തമായിരിക്കുന്ന കമ്പനികളടക്കം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയത്. തങ്ങളത് കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അത് പറയുന്നത് ട്രാഫിക് ക്യാമറ ഹാക്ക് ചെയ്തുകൊണ്ട് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായിരിക്കുന്ന ഒരുപാട് കമ്പനികൾ, 18 കമ്പനിയുടെ ലിസ്റ്റ് ഇറാൻ പറയുന്നുണ്ട്. ഇവരുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം ചെയ്തത്. അല്ലാതെ ഇസ്രായേലും അമേരിക്കയും നേരിട്ട് കൊണ്ട് ചെയ്തിരിക്കുന്ന പ്രവർത്തന കാര്യങ്ങളൊന്നുമല്ല. ആയതിനാൽ തന്നെ അതായത് 18 കമ്പനികളേക്ക് നേരെയും തങ്ങൾ ആക്രമണം നടത്തും. അത് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് തൊട്ട് മുൻപ് സമാനമായിരിക്കുന്ന ഒരു നിലപാട് ഇറാൻ പറഞ്ഞത്, തങ്ങൾ അമേരിക്കയോ ഇസ്രായേലോ തങ്ങളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന മേഖല ഏതാണ് എന്ന് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടാണ് തങ്ങൾ തിരിച്ചടി നൽകുക. അഥവാ ഏതെങ്കിലും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം വന്നാൽ തീർച്ചയായിട്ടും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ തിരിച്ചടി നൽകും. അഥവാ തങ്ങളെ ആക്രമിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യം തങ്ങൾ ശത്രുവായിട്ട് കാണുകയും അപ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള തിരിച്ചടികൾ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും എന്നതിനാൽ നിങ്ങളൊരിക്കലും അമേരിക്കയുടെ സൈനിക സംവിധാനത്തെയോ താവളത്തെയോ അവരുമായി ബന്ധപ്പെട്ട യാതൊരു രീതിയിലുള്ള സഹകരണത്തെയോ പ്രോത്സാഹിപ്പിക്കുകയോ പിന്തുണ നൽകുകയോ അവർക്ക് അഭയം നൽകുകയോ ചെയ്യരുത്. അത്തരം സ്ഥിതി ഉണ്ടായാൽ തിരിച്ചടി മാരകമായിരിക്കും. ഇപ്പോൾ യുദ്ധം തുടങ്ങി 3-ാമത്തെ ദിവസം ആരംഭിച്ചിരിക്കുന്ന ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുള്ള ആക്രമണ രീതി ഇറാൻ ഇപ്പോഴും തുടരുന്നു. ഇന്നും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാന് നേരെ അമേരിക്ക ആക്രമണം നടത്തുന്നത്. അപ്പോൾ പിന്നെ തിരിച്ചടി ആ മേഖലയ്ക്ക് തന്നെയാണ് ഉണ്ടാവുക. അവരുടെ സൈനിക മേഖല, സൈനിക താവളങ്ങൾ, എയർപോർട്ട് മേഖല, എയർപോർട്ട് താവളങ്ങൾ, പിന്നീട് അവർ പ്രത്യേകമായ രീതിയിൽ താമസിക്കുന്ന ഇടങ്ങൾ, പ്രാക്ടിക്കൽ നൽകുന്ന ഏരിയകൾ, ഇതെല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ യൂണിവേഴ്സിറ്റി ആക്രമിച്ചതോടുകൂടി വിദ്യാഭ്യാസ മേഖല, അതായത് സംസാരിക്കുന്നവൻ്റെ അല്ലെങ്കിൽ പഠിക്കുന്നവൻ്റെ വായ പൊത്തുക എന്നുള്ള പ്രവർത്തനത്തിന് ഞങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടി നൽകും. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ബാങ്കിങ് സംവിധാനമുണ്ട്, പിന്നീട് ഈ വൈദ്യുതി നിലയങ്ങളുണ്ട്, വാട്ടർ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സഹകരണത്തിന് അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കമ്പനികളുണ്ട്, പിന്നീട് പെട്രോൾ കെമിക്കൽ, എണ്ണ ശുദ്ധീകരണം പോലെയുള്ള സംവിധാനങ്ങൾ. അങ്ങനെ പല മേഖലകളിലും പല രീതിയിലും ഇവിടെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടും അല്ലാത്ത തരത്തിലും അമേരിക്കയുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു ബന്ധമാണ് അറേബ്യൻ രാജ്യങ്ങൾക്ക് പതിറ്റാണ്ടുകളായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ആക്രമണത്തിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്ന് പറയുക മാത്രമല്ല, തിരിച്ചടി നൽകിക്കൊണ്ടേയിരിക്കുന്നു. 10ഓളം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ തന്നെ കുവൈറ്റിൽ വെച്ച് തകർന്നു വീണായിരിക്കുന്ന റിപ്പോർട്ട് അവർ തന്നെ സ്ഥിരീകരിച്ചു. സാങ്കേതിക തകരാറാണ് എന്നൊക്കെ പറഞ്ഞു. 1, 2, 3 എണ്ണത്തിലൊക്കെ സാങ്കേതിക തകരാറുണ്ടാവാം. 10 എണ്ണത്തിനൊക്കെ സാങ്കേതിക തകരാറെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നീടാണ് കുവൈറ്റിൽ നിന്ന് തന്നെ ആക്രമണം ഉണ്ടായിട്ട് പ്രാദേശിക തലത്തിലുള്ള ആക്രമണത്തോടനുബന്ധിച്ചാണ് താഴെ വീണത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുവൈറ്റിൻ്റെ റിഫൈനറി കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നു, എയർപോർട്ട് കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നു. സർവ്വ മേഖല അക്രമത്തിൻ്റെ പെരുമയ ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ പരമാവധി ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ മേഖലയിൽ നിന്ന് അവരുടേതായിരിക്കുന്ന ഒരു ആക്രമണം ഇപ്പോഴും ഇറാന് നേരെ ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ സങ്കീർണമായിരിക്കുന്ന ഒരു വലിയ യുദ്ധമുഖത്താണ് ഉള്ളത്. ഇട്ടെറിഞ്ഞ് പോകാൻ വേണ്ടി അമേരിക്കയെ സമ്മതിക്കില്ല. യുദ്ധത്തിന് വീണ്ടും ഇറാൻ അമേരിക്ക വെല്ലുവിളിച്ചു. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാതെ ലോകം തന്നെ പകച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളാണ് യുദ്ധത്തിലൂടെ ഇറാൻ കൈവരിക്കുന്നത്. അതല്ലാതെ ശക്തിയോട് കൂടിയിട്ട് ഒരിക്കലും അമേരിക്കയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇറാന് സാധിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പിന്നീട് ഒരു യുദ്ധം ഉണ്ടായാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് വിജയിക്കുക എന്നതിൻ്റെ കൃത്യമായിരിക്കുന്ന ഉത്തരം അതിനോടനുബന്ധിച്ച്, അതായത് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്ക ജപ്പാനിൽ ആണവായുധം ഇട്ടതോട് കൂടിയിട്ട് യുദ്ധത്തിൻ്റെ ഒരു രീതി മാറിയിട്ടുണ്ട്. അഥവാ ആകാശ ആക്രമണം, ആകാശത്തിൽ എത്രത്തോളം ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു രാജ്യത്തിന് സാധിക്കുമോ അവരാണ് മറ്റു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ എത്ര തരത്തിലുള്ള യുദ്ധങ്ങൾ നമ്മൾ കണ്ടു. അത് ഇറാഖും കുവൈത്തും തമ്മിലുള്ള ആ വിഷയത്തോടനുബന്ധിച്ച് ഇറാഖിൻ്റെയും അമേരിക്കയുടെയും യുദ്ധം കണ്ടു. ലെബനാൻ്റെയും ഈ അമേരിക്കയുടെയും യുദ്ധം കണ്ടു. സുഡാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം കണ്ടു. പിന്നീട് ഗസയും ഇസ്രായേലും തമ്മിലും, ഫലസ്തീനും ഇസ്രായേലും, ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലൊക്കെ യുദ്ധം കണ്ടു. ഈ യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന രീതികൾ എങ്ങനെയാണ്? ആകാശ യുദ്ധമാണ്. ഇറാൻ മിസൈൽ ഇടുന്നു, അവർ യുദ്ധവിമാനം കൊണ്ടുപോയിട്ട് ബോംബിടുന്നു. അപ്പോൾ യുദ്ധം നടക്കുക ആകാശം. ഈ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റുമുട്ടുന്ന രീതികളോ അവരിങ്ങനെ വെടിവെക്കുന്ന രീതികളോ മുൻപ് കാലത്തെ പോലെ ഇപ്പോൾ ഇല്ല. ആകാശം കീഴടക്കാൻ സാധിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകം കീഴടങ്ങുന്ന ഒരു രീതിയാണ്. ഇതുകൊണ്ട് ആകാശവുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ രാജ്യവും ശ്രമിക്കും. അത് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ ലോകത്ത് ഏറെക്കുറെ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാന കാര്യങ്ങൾ തങ്ങളുടെ രാജ്യത്തുണ്ടായിരിക്കെ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് ഇറാൻ പറയുന്നതിൻ്റെ യുക്തി ഇപ്പോഴും അമേരിക്കയ്ക്ക് പിടികിട്ടിയിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ വെനസ്വേലിയൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് കടൽ യുദ്ധമല്ല, കരയുദ്ധമല്ല, ആകാശ യുദ്ധമാണ്. ആകാശത്തിലൂടെ വിമാനങ്ങളാണ് അവരുടെ റഡാർ സംവിധാനത്തെ ആകെ താളം തെറ്റിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രസിഡന്റിൻ്റെ ഈ കൊട്ടാരത്തിലേക്ക് അമേരിക്കൻ സൈനികർക്ക് ഇറങ്ങാൻ വേണ്ടി സാധിച്ചു, പിടികൂടാൻ വേണ്ടി സാധിച്ചു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു. പെട്ടെന്ന് നടന്ന സംഭവങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ആകാശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. സമാനമായ രീതിയിൽ ഇറാനെ തങ്ങൾ കീഴടക്കും എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇറാൻ എന്നുള്ളതും അതിൻ്റെ സംവിധാനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെട്ടു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്: അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇറാൻ അതിന് അനുവദിക്കില്ല, അതിന് സമയമായിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്.